നിങ്ങളുടെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് ഈ ആദ്യത്തെ സത്യപ്രതിജ്ഞ ദിവസം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പണി തുടങ്ങണമെന്നാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലിജുവൊക്കെ ഒരുപാട് ചർച്ചകളിലും സംവാദങ്ങളിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞ സർക്കാരിനെ കീറി ഒട്ടിച്ച ആളാണ്. അപ്പം അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വമൊക്കെ പലിശ സഹിതം പണി തിരിച്ചും കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും അത്? അല്ലാതെ പറഞ്ഞതൊക്കെ പാലിക്കേണ്ട അവസ്ഥയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ ഒരു വലിയ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് നൽകുന്നു എന്നതൊരു സത്യമാണ്. പക്ഷേ ആദ്യ ക്യാബിനറ്റ് മുതൽ തന്നെ ആ ഉത്തരവാദിത്തത്തോട് നീതി പുലർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന സമയത്ത് LDF സർക്കാർ ഒട്ടും അവരോട് നീതിപൂർവമായി പെരുമാറാൻ ആഗ്രഹിച്ചില്ല. ഇപ്പോൾ ആദ്യ ക്യാബിനറ്റ് തന്നെ 3000 രൂപ വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. അംഗൻവാടി വർക്കർമാരെ സംബന്ധിച്ച് വർധനമുണ്ടായി, പാചക തൊഴിലാളികൾക്ക് വർധനമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അന്ന് നടത്തിയ വിമർശനങ്ങളെ, ആ വിമർശനങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട്